അത് അത്രത്തോളം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. എനിക്ക് ഒട്ടും തന്നെ പറ്റാതിരുന്നതും എനിക്ക് പറ്റും എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനെ ഒരു പുഷ് എനിക്ക് തന്നത് പുള്ളിയാണ്. അപ്പം അതിൻ്റെ ഒരു നല്ല, അപ്പം എൻ്റെ ആ ക്യാരക്ടർ എനിക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അത് ഒരു 89 അല്ലെങ്കിൽ 90% എനിക്കിന്നതില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എല്ലാവരും തമ്മിൽ കണ്ടിട്ടാവും വന്നിട്ടുണ്ടാവുക എൻ്റെ ഒരു മീ വേഴ്സസ് മീ, എൻ്റെ ഒരു പഴയ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിലുള്ള കുറച്ച് എന്താ പറയുക ഒരു കമ്പാരിസൺ വീഡിയോ ആണിത്. അത് എനിക്ക് തന്നെ നമുക്ക് തോന്നുമല്ലോ, ഇപ്പം ഞാൻ എന്തോരം മാറിയിട്ടുണ്ടെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നില്ല. ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. അങ്ങനത്തെ ഒരു കമ്പാരിസൺ വീഡിയോ ആണിത്. അപ്പം അതിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള 99% നല്ല മാറ്റങ്ങളാണ് എന്നിൽ വന്നിട്ടുള്ളത്. അതിൽ ഞാൻ വളരെ പ്രൗഡാണ്. അപ്പോൾ അതിൽ ഒന്നൊന്നായിട്ട് എനിക്ക് മറന്നു പോകാൻ വളരെ സാധ്യത കൂടുതലായതുകൊണ്ട് ചെറിയ ചെറിയ പോയിന്റ്സൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ദ ഫസ്റ്റ് തിങ്, എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് പണ്ട് ഒരു ചായ പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ താല്പര്യപ്പെടാതിരുന്നു ഞാൻ വളരെ ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പറയാം, വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഭയങ്കര ഏബിളായി കുക്കിങ്ങിൽ. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അതെൻ്റെ മാരേജിന് ശേഷം അല്ലെങ്കിൽ മാരേജ് എന്നെ ഇമ്പോസ് ചെയ്ത ഒരു മാറ്റമല്ല. ബിക്കോസ് ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും പാർട്ട്ണറും മാറി നമ്മൾ ഒരു ഫാമിലി ആയിട്ടാണല്ലോ താമസിക്കുക. അപ്പം അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ആ ഒരു ബേസിക് തിങ് അറിഞ്ഞേ പറ്റുള്ളൂ. സോ നമ്മുടെ സിറ്റുവേഷൻസ് എന്താ പറയുക, അത് പഠിക്കാൻ സിറ്റുവേഷൻസുകളാൽ നമുക്കത് പഠിക്കേണ്ടതായിട്ട് വന്നു, അങ്ങനെയാണ് പറയേണ്ടത് മെയിനായിട്ട്. പക്ഷെ അത് എന്നിൽ ഉണ്ടാക്കിയ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതല്ല. ബിക്കോസ് പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ചായ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിനെ പോയി വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യും. ബിക്കോസ് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ നന്നാവും, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതൊന്നും എനിക്ക് അത്രയ്ക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ചായ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ എന്നിൽ നിന്ന് ഞാൻ ഇന്ന് വളരെ എന്താ പറയുക, എനിക്ക് ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഭയങ്കര എൻ്റെ ആ ഫിയർ മാറി. എനിക്കൊരാൾക്ക് സെർവ് ചെയ്യുന്നതിലുള്ള എൻ്റെ ആ ഒരു ഭയം എന്നുവെച്ചാൽ അത് പോയി. അതെൻ്റെ ഒരു ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് പോലെ ഞാൻ കാണുന്നൊരു കാര്യമാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത്. എൻ്റെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഞാൻ കൊണ്ടുവന്ന ഒരു ഫിൽട്രേഷനാണ്. പണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എന്നോട് ഒന്ന് ചിരിച്ച് നല്ലപോലെ സംസാരിക്കുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ ചുമ്മാ ആവശ്യമില്ലാതെ ബ്ലാ 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 പോയി എല്ലാവരോടും സംസാരിച്ച് അങ്ങനെയും ഇപ്പം എന്നോടൊരാൾ നല്ലപോലെ സംസാരിക്കുകയാണെങ്കിൽ അയാൾ എനിക്ക് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ച് അവരെ കൂടെ കൂട്ടുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ പണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പലരുടെയും സുഹൃത്തുക്കളല്ലെങ്കിൽ പോലും ഞാൻ അവരെയൊക്കെ നല്ല സുഹൃത്തുക്കളായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫ്രണ്ട് സർക്കിൾ കുറച്ചും കൂടി വൈഡായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ എനിക്ക് വളരെ ഫ്യൂ ഫ്രണ്ട്സേ ഉള്ളൂ. അത് വിരലിൽ എണ്ണാവുന്ന ആളുകളെ എനിക്ക് ഇന്ന് ഫ്രണ്ട്സായിട്ടുള്ളൂ. അവരുമായിട്ട് എന്താ പറയുക, അന്നും ഇന്നും ഞാൻ ചേർത്ത് നിർത്തുന്ന ആരാണെങ്കിൽ തന്നെ ഞാൻ വളരെ എന്നോട് ക്ലോസ് ആക്കി നിർത്തുന്ന ആർക്കും വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് അന്നും അത് തന്നെ, ഇന്നും അത് തന്നെ. പക്ഷെ ദ ഡിഫറൻസ് ഈസ്, അന്ന് എൻ്റെ സർക്കിൾ കുറച്ചും കൂടി വലുതായിരുന്നു. പക്ഷെ ഇന്ന് അത് വളരെ കുറച്ച് ആളുകളുള്ള ഒരു പീസ്ഫുൾ സർക്കിളാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അവരുടെ അവരുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് എന്തും ഞാൻ വില്ലിങ് ആണ്. അതാണ് സെക്കൻഡ് വൺ, ഫ്രണ്ട്സ്. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത്, എനിക്ക് പണ്ട് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇൻസെക്യൂരിറ്റീസ് ഇൻ ദ സെൻസ് ഒരാൾ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അന്നും ലീനായിട്ടുള്ള ആളാണ്, ഇന്നും ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം അന്ന് എനിക്ക് ഒരു ഡ്രസ്സ് ഇടാനാണെങ്കിലും എനിക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കുറേ പേരുടെ ഇതെനിക്ക് നന്നാവുമോ അങ്ങനെ എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഞാൻ ഒരു ഡ്രസ്സ് പോലും സെലക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. ഈ ഡ്രസ്സ് എനിക്ക് ഇട്ടാൽ നന്നാവുമോ, എനിക്ക് ചേരുമോ, എനിക്ക് ഇഷ്ടമായിരിക്കാം പക്ഷെ അത് ഇടുന്നത്, പക്ഷെ അതെനിക്ക് ചേരുമോ എന്നുള്ള എൻ്റെ മെലിവ് എനിക്കൊരു ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു അന്ന്.
പിന്നെ അത് അന്ന്. പക്ഷേ ഇന്ന് എനിക്ക് അതെന്താ പറയുക, അതെനിക്കൊരു മാറ്റർ അല്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ്, എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ഡ്രസ്സ് വളരെ മാന്യമായിട്ട് ഞാൻ അത് ഇടാറുണ്ട്. എനിക്ക് ഇപ്പം അങ്ങനെ അതിൽ ഞാൻ പറയേണ്ട ഒരു കാര്യം, അതിൽ എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാരണം എൻ്റെ ആ ഒരു ഈ ഡ്രസ്സൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നതിലുള്ള എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറച്ചും കൂടി ഈസിയർ ആക്കി തരാൻ പുള്ളിക്കാരന് പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, മറ്റേ ആഗ്രഹം ഉണ്ടായാലും അതെനിക്ക് ഇടാനൊരു നമ്മളൊന്നും നിനക്ക് പറ്റും എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനെ ഒരു പുഷ് എനിക്ക് തന്നത് പുള്ളിയാണ്. അപ്പം അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം ക്രെഡിറ്റും പുള്ളിക്കാരന് കൊടുക്കാം. ഓക്കെ, ഇനി ദ നെക്സ്റ്റ് വൺ ഈസ് ഡാൻസ്. ഡാൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എനിക്ക് പഠിക്കാൻ പറ്റാഞ്ഞതും എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത്. അഭിനയിക്കുന്നത് ഞാൻ കുറച്ച് എന്തൊക്കെയൊക്കെയോ ചെയ്യും എന്നല്ലാതെ അത്രമേൽ ഞാൻ പാഷനേറ്റ് ആയിട്ട് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പണ്ടൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കുമായിരുന്നു. ഞാൻ വീഡിയോസൊക്കെ ചെയ്യാനാണെങ്കിലും എനിക്ക് സമയം കണ്ടെത്തി ഞാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ സാഹചര്യങ്ങൾ, എനിക്ക് സമയക്കുറവെന്നല്ല, എനിക്ക് വേണമെങ്കിൽ സമയം കണ്ടുപിടിക്കാമായിരിക്കും. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിപ്പോൾ ഡാൻസിലേക്ക് എൻ്റെ ടൈം കുറച്ച് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനായിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല. അതെനിക്കൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പം ഡാൻസിൻ്റെ കാര്യത്തിൽ അന്ന് ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. ഇപ്പം ഞാൻ വളരെ ലോ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അടുത്ത കാര്യം സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ പണ്ട്. അതായത് എൻ്റെ ചുറ്റും കുറച്ച് ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ചേർത്ത് നിർത്തിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ അവരെന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളെ അവരാണ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമാണ്, ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനം എനിക്കിഷ്ടമാണെന്ന് പറയണം, പക്ഷെ അവരതെനിക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് കൊള്ളില്ല എന്ന് ഞാൻ തന്നെ അത് ഓൾറെഡി അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഞാൻ പണ്ട്. പക്ഷെ ഇന്ന് അതുപോലെ തന്നെ എന്നെക്കാട്ടിൽ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടെ നിർത്തുന്നുള്ളവർക്കാണ് ഞാൻ കൺസേൺ കൊടുക്കുന്നത്. അവരെയാണ് ഞാൻ കൂടുതൽ, അവർക്കാണ് ഞാൻ കെയർ ആൻഡ് അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതെ, അങ്ങനെയായിരുന്നു ഞാൻ അന്ന്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും എൻ്റെ കൂടെ തന്നെയാണ്. എനിക്കത് എന്താണെന്നറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ എന്താ പറയുക, എനിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും എനിക്കിഷ്ടപ്പെടുന്ന എല്ലാം എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഹാപ്പിയാക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന്. അത് അത്രത്തോളം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇന്ന്. എനിക്ക് ഒട്ടും തന്നെ പറ്റാതിരുന്നതും എനിക്കിപ്പോൾ ഏറെ പറ്റുന്നതും അത് തന്നെയാണ്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരു ഡിപ്പെൻഡൻസി ക്യാരക്ടറായിരുന്നു എനിക്കുള്ളത് പണ്ട്. കാരണം എല്ലാ കാര്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക, എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരാൾ വേണം, ഒരു സാധനം സെലക്ട് ചെയ്യണമെങ്കിൽ ഒരാൾ വേണം, എല്ലാത്തിനും ഓരോരുത്തരെ ഇങ്ങനെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ കാര്യം പോയി ചെയ്യാൻ അറിയാം, അതിൽ ഞാൻ ക്യാപ്പബിളാണ്. അപ്പം അതിൽ എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ എൻ്റെ എന്താ പറയുക, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള നമ്മളുടെ പണിയെടുത്ത് കിട്ടുന്ന ഒരു ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ, ആ കോൺട്രിബ്യൂഷൻ എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ചെറുതല്ല. അപ്പം അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഡിപ്പെൻഡിങ് നേച്ചർ മാറ്റാനുള്ള ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജോലി ആൻഡ് അത് ഫോളോ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇൻകവുമാണ്. അപ്പം എൻ്റെ ആ ക്യാരക്ടർ എനിക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അത് ഒരു 89 അല്ലെങ്കിൽ 90% എനിക്കിന്നതില്ല. പിന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അത് ഓഫ് കോഴ്സ് അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. ആ സമയത്ത് നമ്മൾക്ക് ഹാൻഡിൽ നമ്മുടെ ഔട്ട് ഓഫ് ഹാൻഡ്സ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പം ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഓഫ് കോഴ്സ് ആ കാര്യത്തിലൊക്കെ ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ക്യാപ്പബിളാണ്. പിന്നെ അതിനെ ഫോളോ ചെയ്ത് ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, പണ്ട് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന കാര്യമാണ് എനിക്ക് ജലദോഷമോ പനിയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ വെറുതെ ഇരുന്ന് കരയും. കാരണം എനിക്കറിയാം എന്നെ താങ്ങാൻ ആളുണ്ട്, അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യാൻ ആളുണ്ട്.
എന്താ പറയുക, എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ ആളുകളുണ്ട് ചുറ്റും എന്നുള്ളത് ഞാൻ പണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അതിനുശേഷം പക്ഷെ നമ്മൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നുള്ളൊരു ഫാമിലിയിലേക്ക് നമ്മൾ ചുരുങ്ങിയപ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് നമ്മൾ രണ്ടുപേരും മറ്റേ ഒരു ഫാമിലി ലീഡ് ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലല്ലോ. അപ്പോൾ രണ്ടുപേരും ഒരു പുതിയ ഹോം ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറ്റങ്ങളും കുറവുകളും വന്ന് അതിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് എന്തെങ്കിലും വയ്യാണ്ടാവുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ ആ കാര്യങ്ങളും എനിക്ക് തനിയെ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും ഒരു എന്താ പറയുക, ഒരു ഇതിൽ കോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതും എൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക ഒരു പ്രൗഡ് അച്ചീവ്മെൻ്റ് ആണ്. പിന്നെയുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, പണ്ട് ഞാനിങ്ങനെ എല്ലാവരോടും പോയിട്ട് കമ്പനി അടിക്കും, എല്ലാവരോടും പോയിട്ട് മറ്റേ സംസാരിക്കും. അല്ല, ആദ്യമേ ഫസ്റ്റ് ലുക്ക് ഈസ് ജാടയാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ജാടയാണ്. അത് അന്നും അത് തന്നെയാണ്, ഇന്നും അത് തന്നെയാണ്. പക്ഷേ എന്നോട് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഞാനൊരു നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്ന ഒരാളുമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരാൾ എന്നോട് നല്ലപോലെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇവർ എന്നോട് എന്ത് സ്വീറ്റാണ്, അല്ലെങ്കിൽ ഇവർക്ക് എന്നെ എന്ത് ഇഷ്ടമാണ്, അങ്ങനെ ഞാൻ എല്ലാവരും നല്ലതാണെന്ന് കരുതുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അതിനുശേഷം നമ്മുടെ ലൈഫിൽ കുറേ സർക്കംസ്റ്റാൻസസ് സംഭവിക്കുമ്പോഴത്തേക്ക് ഇല്ല, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ ആളുകൾ നമ്മുടെ മുന്നിലൊന്നും അവർക്കൊരു വേറെ ഫേസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറേ ലൈഫിൻ്റെ റിയാലിറ്റീസ് മനസ്സിലാക്കും. അതിനുശേഷം എന്താ പറയുക, എല്ലാം പെട്ടെന്ന് ചേഞ്ച് ആവും, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ നമുക്കത് ഒരുപാട് സഹായിക്കും. ഇന്നത്തെ ഞാനെന്ന് പറയുന്നത്, എൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ എന്നോട് ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിച്ചാലും അല്ലെങ്കിൽ എന്നെ ഭയങ്കര പുകഴ്ത്തിയാലും എന്നോട് ഭയങ്കര എന്താ പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞാലും, പക്ഷേ എനിക്കറിയാം അവരെനിക്ക് നല്ലതാണോ അല്ലെങ്കിൽ അവരെനിക്ക് മോശമാണോ എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ടാവും. അതിനനുസരിച്ച് മാത്രമേ ഞാൻ അവരോട് റെസ്പോണ്ട് ചെയ്യുള്ളൂ, അവരോട് റിയാക്ട് ചെയ്യുള്ളൂ, അവരോട് ഞാൻ തിരിച്ച് സംസാരിക്കുള്ളൂ. എൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്, എൻ്റെ റെസ്പോൺസ് ചിലപ്പം വളരെ നോർമലായിരിക്കും, പക്ഷെ ആ ഒരു നോർമൽ നേച്ചറിൽ നിന്നുകൊണ്ട് എനിക്കറിയാം അവർ എന്താ പറയുക എന്നെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്നോട് എന്തോരം ലവ് ആൻഡ് റെസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ എന്തോരം എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അവരെങ്ങനെയൊക്കെ എനിക്ക് പണി തരാൻ നോക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം എനിക്ക് ഓൾറെഡി ഇന്ന് ഒരാൾ എന്നോട് വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്കതറിയാം. അന്നത്തെ എനിക്കത് അറിയില്ല, എല്ലാവരും എനിക്ക് നല്ലതായിരുന്നു. പക്ഷെ ഇന്നത്തെ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് ഒരു മോശം അനുഭവം ഒരു തവണ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ബൗണ്ടറി ഇടാനായിട്ടുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്യാപ്പബിലിറ്റി എനിക്ക് ഇന്നുണ്ട്. പക്ഷെ അന്ന് എന്ന് പറയുന്നത് ഒരാൾ എന്നോട്, അല്ലെങ്കിൽ ഞാൻ സുഹൃത്തായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്നെ പറ്റി മോശപ്പെട്ട കാര്യങ്ങളും അപ്പുറമൊക്കെ പോയി പറയുന്നു എനിക്കത് അറിഞ്ഞാൽ തന്നെയും അത് ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ വിടും. അതിനെ കെയർ ചെയ്ത് വീണ്ടും ഞാൻ പിന്നെ അവരുടെ വാലയിൽ പോയി തൂങ്ങിയിട്ട് വീണ്ടും ഞാൻ അവരോട് സംസാരിച്ച് വീണ്ടും അവരോട് കമ്പനിയായി കൂടെ നടക്കും. പക്ഷേ ഇന്ന് എനിക്കത് പറ്റില്ല. ഇന്ന് എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പണ്ടത്തേക്കാൾ വളരെ മുകളിലാണ്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഒരാൾ ഞാൻ എൻ്റെ സർക്കിളിൽ നിർത്തുന്ന ഒരാളാണെങ്കിൽ കൂടെ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ അവരിൽ നിന്ന് ഐ സെറ്റ് എ ബൗണ്ടറി. ആ ബൗണ്ടറിക്ക് ഇപ്പുറം പിന്നെ അവർക്ക് കടക്കാൻ പറ്റില്ല, അത് ഞാൻ വിചാരിക്കണം. ആ ഒരു രീതിയിലേക്ക് എൻ്റെ മൈൻഡ് സെറ്റിനെ എനിക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ആൻഡ് അതൊക്കെ എൻ്റെ വളരെ നല്ല ഒരു പോസിറ്റീവ് ചേഞ്ചസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ അന്നും ഇന്നും ഞാനിങ്ങനെ ഒരാൾ വന്നിരുന്നിട്ട് എന്നോട് വിഷമം പറയുകയാണെങ്കിൽ, മറ്റേ ഒരു സിനിമ കാണുകയാണെങ്കിൽ നല്ല ഇമോഷണൽ സീൻസൊക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ കണ്ണ് നിറയും. ഒരാൾ വന്നിരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമം പറയുകയാണെങ്കിൽ എൻ്റെ കണ്ണ് നിറയും. അവർ എൻ്റെ മുന്നിൽ നിന്ന് കരയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ കണ്ണ് നിറയും. അപ്പം അതൊക്കെ അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. പിന്നെ ഞാൻ അന്നും നല്ലപോലെ സംസാരിക്കുന്ന ആളാണ്, ഇന്നും നന്നായി സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ആ നന്നായി സംസാരിക്കുന്ന ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് ആ ഒരു സർക്കിളിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. പക്ഷെ അന്നും ഇന്നും ഞാൻ ഒരേപോലെ ഭയങ്കര എൻജോയ് ചെയ്ത് സംസാരവും ആൻഡ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ്. സോ ഇത്രയൊക്കെ എനിക്ക് പെട്ടെന്നായിട്ട് ഓർമ്മ വന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഐ തോട്ട് ഓഫ് മേക്കിംഗ് ദിസ്. ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം എനിക്ക് എന്നെ തന്നെ ഒന്ന് വാലിഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എടുത്താലും സൗണ്ട് അത്ര നല്ല പ്രോപ്പർ ആവില്ല. ഇപ്പോഴും പ്രോപ്പർ ആണോ എന്ന് എനിക്കറിയില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ടൈമിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് പറ്റാറില്ല. പക്ഷെ ഞാൻ ശ്രമിക്കുന്നതാണ്. സോ ബൈ ബൈ.